പക്ഷെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അടുത്ത വർഷമോ അതല്ലെങ്കിൽ ഇനി വരാൻ കിടക്കുന്ന വർഷങ്ങളിലോ സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയവും അതിനെ തുടർന്ന് അന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു എന്താ പറയുക, ഒരു പ്രവചനമായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു എന്താണ് എനിക്ക് ആരെങ്കിലും വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വഹി കിട്ടിയതാണ് എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളത് അടിവരായിട്ട് പറയാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ഇതുവരെ നടന്നിട്ടുള്ളത് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. എന്താണ് ആ വിഷയം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നു. ഒന്ന്, കായികമേളയിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മാംസഭക്ഷണം അത് അവിടെ പുനഃപരിശോധിക്കപ്പെടും. അത് ഹലാലാണോ എന്ന് ഇവിടെ ഒരു അന്വേഷണം വരും. അല്ല എന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി ഇവിടെ കൊടുമ്പിരിക്കൊള്ളും. അത് ഹലാലാണ് എന്ന് അറിഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇറച്ചി മാത്രം വാങ്ങിക്കുന്നു എന്നുള്ള ചോദ്യം ഇവിടെ വരാൻ കിടക്കുന്നു. ഇതാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അതിനുശേഷം ഇനി അടുത്ത വർഷം ഇതുപോലെ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതുപോലെ, അതായത് ഇനി മുതൽ ഞങ്ങൾ ഇവിടെ മാംസഭക്ഷണമാണ് ഇനി കൊടുക്കാൻ പോകുന്നത്, ഇനി അതും ഉൾപ്പെടുത്തുമെന്ന് പറയുന്നു. അപ്പോൾ ആ മാംസഭക്ഷണം ആരുടെ കടയിൽ നിന്ന് വാങ്ങും? ഇതാണ് ഇനി അടുത്ത ചോദ്യം വരാൻ കിടക്കുന്നത്. അത് ഏതെങ്കിലും ജോസേട്ടൻ്റെയോ കുമാരേട്ടൻ്റെയോ കോഴിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. പറ്റില്ല. അങ്ങനെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സമസ്ത നമുക്ക് പറഞ്ഞുതരും, ഇവിടുത്തെ മുസ്ലിം ലീഗ് നമുക്ക് പറഞ്ഞുതരും. അതായത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ വലിയൊരളവ് വരുന്ന ഇസ്ലാം മത വിശ്വാസികളെ ഹലാലല്ലാത്ത ഭക്ഷണം ഭക്ഷിപ്പിക്കാൻ ഇവിടെ സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വാദമാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നുകിൽ വീണ്ടും പച്ചക്കറിയിലേക്ക് തിരിച്ചു വരും, അതല്ല എന്നുണ്ടെങ്കിൽ ആ കച്ചവടം മുഴുവൻ ഈ പറയുന്ന കാക്കാമാർ കൊണ്ടുപോകും. ഇതാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. ഇതിവിടെ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ വലിയ ചർച്ച ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ പേരിൽ ഇവിടെ BJP മുതലെടുക്കാൻ പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുക. ആ സമയത്ത് BJPനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഇത് തുടക്കം വെക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കപട മതേതരക്കാരും ഇതുപോലെയുള്ള കപട പുരോഗമനവാദികളുമാണ് എന്ന് നമുക്ക് പറയാതെ നിവൃത്തിയില്ല. ഇനി എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്നുള്ളത് ഞാൻ പറയാം. ഈ പോസ്റ്റ് നിങ്ങളൊന്ന് കാണും. ഇന്ന് ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് അരുൺകുമാർ ഇട്ട പോസ്റ്റ് അത് ഷെയർ ചെയ്ത ആളുകൾ ഇതുപോലെയുള്ള വളരെ വികലമായ ഒരു ജാതീയ ചിന്ത അല്ലെങ്കിൽ മതപരമായ വർഗീയ ആംഗിൾ ഈ ഭക്ഷണത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുകയും അത് ചെയ്തത് ശരിയായില്ല എന്ന് നമ്മളെപ്പോലെയൊക്കെയുള്ള ആളുകൾ പറയുകയും എഴുതുകയൊക്കെ ചെയ്തപ്പോൾ, പഞ്ഞിക്കിട്ടപ്പോൾ ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾ എടുത്തു പിടിച്ച് ഷെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഡോക്ടർ അരുൺകുമാറിൻ്റെ ഇന്നലത്തെ പോസ്റ്റ് ഷെയർ ചെയ്തവരെല്ലാം കടന്നാക്രമിച്ചു. അവരുടെ ചിലവിൽ തങ്ങളുടെ 916 മതേതര ചിന്തകൾ വാരിക്കോരി ഉപദേശിച്ച എല്ലാ അണ്ണന്മാർക്കും സന്തോഷമായില്ലേ? എന്തൊക്കെയായിരുന്നു ഭക്ഷണത്തിലും മതം ചേർക്കുന്നു, ശുദ്ധവായി ധൂ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത്? വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ അതിനനുസരിച്ച് നമ്മളായിത്തീരും എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മൾ പച്ചക്കറി കഴിച്ചാൽ നമ്മൾ പച്ചക്കറി പോലെയാകും എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു, ശരിയാണ്. അപ്പം പറയുന്നത് എന്താണ്? കണ്ടില്ലേ, ഈ പറയുന്ന ഒരു ശുദ്ധിവാദം, ഒരു പ്യൂരിറ്റൻ വാദം എന്ന് പറയുന്നത് അത് ഈ നമ്പൂതിരിമാർക്കുണ്ട്. അത് സവർണ ഫാസിസത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണ്. ആ ഒരു ജാതീയ ചിന്ത അവിടെ ആ ഒരു ഉന്നതി അതവിടെ പ്രകടമാക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്യുവർ വെജിറ്റേറിയൻ കൾച്ചർ എന്ന് പറയുന്നത്. അത് കഴിക്കുന്ന ആളുകളൊക്കെ പ്യുവറാണ്, അത് കഴിക്കുന്ന ആളുകൾക്കൊക്കെ എന്തോ ഗുഡ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ മഹത്വവൽക്കരിക്കുന്ന ആളാണ് ഇതുപോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വാദം വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അന്ന്, അതായത് ഈ വാദം ഇനി കൊടുമ്പിരിക്കൊള്ള അടുത്ത വർഷമാണ്, അന്ന് പറയാനുള്ള മറുപടിയാണ് ഞാൻ ഇന്നേ പറയാൻ പോകുന്നത് എന്നതാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. കാരണം ഇവിടെ ജാക്കിർ നായിക്ക് പണ്ടൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾ പന്നി കഴിക്കുന്നു, മുസ്ലിങ്ങൾ ആരും പന്നി കഴിക്കാറില്ല. പന്നി കഴിച്ചാൽ നിങ്ങൾ പന്നിയെ പോലെയാകുമെന്നാണ് പറയുന്നത്. അതായത് പച്ചക്കറി കഴിച്ചാൽ പച്ചക്കറി പോലെയാകുമെന്ന് നമ്പൂതിരിമാർ പറയുന്നു അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ പറയുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പച്ചക്കറി കഴിക്കണമെന്ന് പറയുന്നതിനെ നമ്മൾ എതിർക്കുന്നു. ശരി, ഇവിടെ ജാക്കിർ നായിക്ക് പറയുന്നത് ഈ പറയുന്ന പന്നി കഴിച്ചാൽ നിങ്ങൾ പന്നിയെ പോലെയാകും, പന്നികൾ പെറ്റുകൂട്ടുന്നു, പന്നികൾ എന്താണ് ഭയങ്കരമായ ലൈംഗികമായ അരാജകത്വം കാണിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പന്നികളെ പോലെയാകും എന്നാണ് ജാക്കിർ നായിക്കും പറഞ്ഞത്. ഇസ്ലാമിക പണ്ഡിതനാണ്. ഒട്ടുമിക്ക ഇസ്ലാം മത വിശ്വാസികളും ഇന്ന് നമ്മളെയൊക്കെ ഇതുപോലെ പിന്നാലെ നടന്ന് ഇതുപോലെ കളിയാക്കിയും അതുപോലെ പരിഹസിച്ചൊക്കെ നടക്കുന്ന ആളുകൾക്ക് സ്ഥിരം പറയുന്ന കാര്യമാണ് യുക്തിവാദികൾ മുഴുവൻ പന്നികളെ പോലെ, നിങ്ങൾ പന്നി കഴിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ
എനിക്കൊരു കാര്യം പറയാനുള്ളത്, മുഹമ്മദ് നബി ഏറ്റവും കൂടുതൽ കഴിക്കാറുള്ളത് കോഴിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്കറിയില്ല. അങ്ങനെ പന്നി കഴിച്ചാൽ നിങ്ങൾ പന്നികളെ പോലെ ആകും എന്ന് ഇസ്ലാം മത വിശ്വാസികൾ പറയുന്നു. ഇപ്പുറത്ത് പച്ചക്കറി കഴിച്ചാൽ നിങ്ങൾ പച്ചക്കറി പോലെയാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി കോഴിയാണോ കഴിച്ചിരുന്നതെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. കാരണം മുഹമ്മദ് നബിയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പെണ്ണുങ്ങളെ പിന്നാലെ കോഴിയെ പോലെ നടന്നിട്ടുള്ളത് ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞാണ്. ആരെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി അതല്ല മുട്ടനാടാണ് എന്ന് എനിക്ക് തോന്നുന്നു, വേറെ ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ മാപ്പാക്കണം. കോഴി മാറ്റി നമുക്ക് മുട്ടനാടാക്കാം. മുട്ടനാടിന് ഏതാണ്ട് ഇതേ സ്വഭാവമാണ്, ഇതുപോലെ ഇങ്ങനെ മണപ്പിച്ച് നടക്കും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ആ വാദം നിങ്ങൾ ഉയർത്തി വെക്കുന്നുണ്ടെങ്കിൽ അതിനി ബ്രാഹ്മണിക്കൽ ഹേജിമണി കൊണ്ട് നടക്കുന്ന ആളുകളായാലും ശരി, ഈ പറയുന്ന ഇസ്ലാം മത ഹേജിമണി കൊണ്ട് നടക്കുന്ന ആളുകളായാലും ശരി, നിങ്ങൾ തീരുമാനിക്കുക. ഇത് പച്ചക്കറി കഴിച്ചാൽ പച്ചക്കറി ആകുമെന്ന വാദം നിങ്ങൾക്കുണ്ടോ? അതല്ല പോത്ത് കഴിച്ചാൽ പോത്തിനെ പോലെ ആവുമെന്നോ, പന്നി കഴിച്ചാൽ പന്നിയെ പോലെ ആവുമെന്നോ, ഈ പറയുന്ന കോഴി കഴിച്ചാൽ കോഴിയെ പോലെ ആവുമെന്നോ, മുട്ടനാട് കഴിച്ചാൽ മുട്ടനാടാവുമെന്നോ എന്ന് നിങ്ങൾക്ക് ഒരു വാദമുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തിരുത്താൻ തയ്യാറാവുക. ഇവിടെ അത്തരം വാദങ്ങളൊന്നും അല്ല വേണ്ടത്. ഭക്ഷണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ പെടുന്ന കാര്യമാണ്. അവന് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. അവന് വയറിളക്കം പിടിക്കുകയോ മറ്റുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കി കഴിക്കാനുള്ള സംവിധാനം വേണം. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുഴുവൻ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല റെസ്റ്റോറൻറ്റ്സും കേന്ദ്രീകരിച്ചിട്ട് പല പല റെസ്റ്റോറൻറ്റ്സ് ഇവിടെ പിടിക്കപ്പെടുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്, നമ്മളുടെയൊക്കെ ഫുഡ് ഇൻസ്പെക്ടേഴ്സ് അതുപോലെ ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇതിങ്ങനെ ആണ്ടിനും ചങ്കരാന്തിക്കും ചെയ്യേണ്ട സംഗതിയല്ല ഈ പറയുന്ന മോണിറ്ററിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് പിടിച്ചു, ഇത്ര നാളും ഇതൊന്നും പിടിക്കാതെ പോയി. എന്തുകൊണ്ട് പിടിക്കാതെ പോയി? കാരണം എന്താ? കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് സംവിധാനമില്ല, കൃത്യമായിട്ടുള്ളൊരു അന്വേഷണ സംവിധാനമില്ല. അത് നിരന്തരം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലേ? എല്ലാ മാസവും ഇതുപോലെ ചെയ്യേണ്ട കാര്യമല്ലേ? അതിന് പകരം ഇതുപോലെ ആണ്ടിനും ചങ്കരാന്തിക്കും ചെയ്തിട്ട് കുറേ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പൂട്ടിച്ചിട്ട് എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അതിൻ്റെ ഇടയിൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട ആളുകൾ, ഇവരോട് ആര് സമാധാനം പറയും? അപ്പോൾ അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് അത് പറഞ്ഞു എന്ന് മാത്രം. തികച്ചും തെറ്റായ രീതിയാണ്. ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ കുറച്ചും കൂടിയൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പറ്റൂല്ലെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിക്കും പോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ പോത്ത് ബിരിയാണി കഴിക്കുന്നവരും അതുപോലെ കോഴി ബിരിയാണി കഴിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന ഭക്ഷണത്തിൽ മതം കലർത്തുന്ന പരിപാടി നിർത്തുക. അത് ആര് തന്നെയായാലും, ഇനിയിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചാലും ശരി, അത് അവരെ താല്പര്യത്തിന് വിടുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. ഏതായാലും ഇനി നമ്മൾ കാണാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അടുത്ത വർഷം മുതൽ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നു. ഞാൻ നേരത്തെ ചോദിച്ചു, ഈ നോൺ വെജ് ഭക്ഷണം അത് കോഴി ആയിക്കോട്ടെ, കോഴി ബിരിയാണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോത്ത് ബിരിയാണി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇനി പന്നി വറുത്തതായിക്കോട്ടെ, ഇത് എങ്ങനെ നിങ്ങൾ സാധ്യമാക്കും? ഇതിൻ്റെ ഒരു രീതിയിലേക്ക്, ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ സൗകര്യമോ ചെലവോ അതല്ലെങ്കിൽ സുരക്ഷയോ അതൊക്കെ നമ്മൾ അവിടെ ഉറപ്പാക്കി എന്ന് തന്നെ കൂട്ടുക. നല്ല മുന്തിയ ഒന്നാം തരം ഇറച്ചി, പോത്തിറച്ചി തന്നെയാണ് നിങ്ങളവിടെ വിളമ്പുന്നതെന്ന് കൂട്ടുക. ആ പോത്തിറച്ചി അത് കുമാരേട്ടൻ്റെ കടയിൽ നിന്നാണെങ്കിൽ, അതല്ലെങ്കിൽ ആ കോഴി ഇറച്ചി നമ്മുടെ ജോസേട്ടൻ്റെ കടയിൽ നിന്നാണെങ്കിൽ ഇവിടെ അത് വിളമ്പാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ പറയുന്ന പുരോഗമനം പറയുന്ന പ്രത്യേകിച്ച് ഇവിടുത്തെ സഖാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഹലാൽ അല്ലാത്ത കോഴിയിറച്ചി നമ്മൾ കഴിക്കൂല എന്നൊരു വാദം ഇവിടെ ഈ പറയുന്ന ഒരു വിഭാഗം ആളുകൾ കൊണ്ടുവന്നാൽ നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുമെന്നുള്ളത് എനിക്കൊന്ന് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾ അതിൻ്റെ മുന്നിൽ മുട്ടുമടക്കും. നിങ്ങൾ ഹലാൽ മതി എന്ന് തീരുമാനിക്കും. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണെന്ന് പണ്ട് നമ്മളുടെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത നമ്മൾ പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റുപാടും. പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് ABCD അറിയില്ല എന്നുള്ളത് അന്നത്തെ ആ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായതാ. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നതല്ല, അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പിണറായി വിജയനോ അതുപോലെയുള്ള ആളുകളോ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഹലാൽ എന്ന് പറയുന്നതിൻ്റെ